നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മൃതസംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചു. വിലാപയാത്രയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകൾ. മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് ശാപമോക്ഷമാകുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി സ്മാർട്ടാകും. 25 വയസ്സുകാരി തന്റെ ഹിമാലയൻ ബൈക്കിൽ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി തിരിച്ചെത്തി. അളഗപ്പനഗർ പൂക്കോട് സ്വദേശിനി പവനയാണ് ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി ഞായറാഴ്ച തിരിച്ചെത്തിയത്. AHS വരന്തരപ്പള്ളി 1983 SSLC ബാച്ചിന്റെ മൂന്നാമത് സംഗമം ആമ്പല്ലൂരിൽ സിനി ആർട്ടിസ്റ്റ് ആഗ്ന റോസ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മൃതസംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടത്തിന് ശേഷം മൃതദേഹം പുത്തൻപള്ളിയിലെത്തിച്ച് പൊതുദർശനത്തിന് വച്ചു. തിങ്കളാഴ്ച രാവിലെ 9:30 ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ രണ്ടാം ഘട്ടവും തുടർന്ന് 10 മണിക്ക് മൂന്നാം ഘട്ടവും നടക്കും. ഞായറാഴ്ച രാവിലെ തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്ന ഒന്നാം ഘട്ട മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് ശേഷം ഭൗതിക ശരീരം തൃശൂർ പുത്തൻപള്ളിയിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. ശേഷം ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര പുത്തൻപള്ളിയിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ സ്വരാജ് റൗണ്ട് ചുറ്റി ലൂർദ് കത്തീഡ്രൽ പള്ളിയിൽ സമാപിച്ചു. വിലാപയാത്രയിൽ 100 കണക്കിന് വൈദികരും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വൈകിട്ട് മുതൽ തിങ്കളാഴ്ച രാവിലെ നടക്കുന്ന മൃതസംസ്കാരത്തിന്റെ അന്തിമ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതുവരെ തുടർച്ചയായി തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തിങ്കളാഴ്ച രാവിലെ 9:30 മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. 10 മണിക്ക് കുർബാനയോട് കൂടിയുള്ള മൃതസംസ്കാര ശുശ്രൂഷയുടെ മൂന്നാം ഘട്ടവും നടക്കും. ശേഷം ഉച്ചയ്ക്ക് 1 മണിയോടെ ഭൗതിക ശരീരം കോഴിക്കോട് കോട്ടുളിയിലെ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ഹോം ഓഫ് ലവ് ജനറലേറ്റിലേക്ക് എത്തിച്ച് അവിടെയും പൊതുദർശനത്തിന് വയ്ക്കും. ശേഷം വൈകിട്ട് 6 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ നടക്കും. ആദരസൂചകമായി തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അതിരൂപത അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുദർശനത്തിന് പുഷ്പചക്രങ്ങൾക്ക് പകരം സാരിയോ മറ്റു തുണിത്തരങ്ങളോ സമർപ്പിക്കാൻ അതിരൂപത അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന തുണിത്തരങ്ങൾ പിന്നീട് ആവശ്യക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നും അതിരൂപത അറിയിച്ചു. മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മുരിങ്ങൂരിൽ നിന്നും കൊരട്ടിക്ക് പോകുന്ന ഭാഗത്തുള്ള ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻവശമാണ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത്. സൈഡ് ഭിത്തിക്കായി കുഴിയെടുത്ത ഭാഗത്താണ് ഞായറാഴ്ച രാവിലെ 7 മണിയോടെ ഏകദേശം 10 അടിയോളം മണ്ണിടിഞ്ഞ് റോഡ് താഴേക്ക് പോയത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം ഒറ്റവരിയായി. റോഡിന് അരികിലായുള്ള കാനയുടെ കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെയാണ് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോകുന്നത്. പ്രദേശത്ത് ഞായറാഴ്ച വെളുപ്പിന് പെയ്ത മഴയാണ് മണ്ണിടിച്ചിലിനു കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാഞ്ഞതിനാൽ അപകടം ഒഴിവായി. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് ശാപമോക്ഷമാകുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി സ്മാർട്ടാകും. 2 വർഷം മുൻപ് വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിനായി നിർമ്മിച്ച കെട്ടിടം അനാഥമായി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ആളനക്കമില്ലാത്ത കെട്ടിടത്തിൽ തെരുവുനായ്ക്കളും ഇഴജന്തുക്കളുമായിരുന്നു താമസം. 1500 സ്ക്വയർ ഫീറ്റിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിച്ചത്. നിർമ്മാണം 90% പൂർത്തിയായ സമയത്താണ് സമീപവാസിയായ സ്വകാര്യ വ്യക്തി തന്റെ പുരയിടത്തിലേക്ക് വഴി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തതോടെ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം നിലച്ചു.
നിലവിൽ വർഷങ്ങളായി വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് സ്ഥലപരിമിതിയിൽ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. 4 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. ഇടുങ്ങിയ മുറിയിൽ ഫയലുകൾ ഉൾപ്പെടെ സൂക്ഷിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. ഇത് സംബന്ധിച്ച് NCTV പലതവണ റിപ്പോർട്ട് നൽകുകയും വിഷയം ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മുന്നിലെത്തിക്കുകയും ചെയ്തിരുന്നു. എത്രയും വേഗം പുതിയ വില്ലേജ് ഓഫീസ് തുറന്നു പ്രവർത്തിക്കാൻ നടപടികൾ വേഗത്തിലാക്കണമെന്ന് MLA അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടും കോടതിയുടെ ഇടപെടൽ വൈകുകയായിരുന്നു. നടപടികൾ വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ADM ഉൾപ്പെടെയുള്ളവർ ഉദ്യോഗസ്ഥ തലത്തിലും KK രാമചന്ദ്രൻ MLAയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ശക്തമായ ഇടപെടൽ നടത്തിയതോടെയാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിന് അനുകൂലമായ കോടതിയുടെ വിധി ഉണ്ടായതെന്ന് വിജിലൻസ് സമിതി അംഗം KK ചന്ദ്രൻ പറഞ്ഞു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തില് KCB ഓഫീസിന്റെ പഴയൊരു കെട്ടിടത്തിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ വില്ലേജ് ഓഫീസ് പണിത് തീർന്നിട്ട് 2-3 വർഷത്തോളമായി. ഇത് ഒരു കേസിന്റെ പേരിലാണ് ഇങ്ങനെ നീണ്ടുപോയത്. അതിന് വളരെയധികം ശക്തമായ രീതിയിൽ പുതുക്കാല മണ്ഡലത്തിന്റെ MLA KK രാമചന്ദ്രൻ സാറ് DDCയിൽ വിഷയം ഉന്നയിക്കുകയും ഇത് കോടതിയുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരികയും ചെയ്തു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പലതവണ കോടതി കയറി ഇറങ്ങുകയും MLAയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് ഈ പഴയ കെട്ടിടത്തിൽ നിന്നും ജനങ്ങൾക്ക് കോടി കയറാതെ പുതിയൊരു ബിൽഡിംഗ് പണിത് ആ ബിൽഡിങ്ങിലേക്ക് മാറുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ADM, വിജിലൻസ് കമ്മിറ്റി മെമ്പർമാർ, വിജിലൻസ് കമ്മിറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും പ്രത്യേകിച്ചും പലതവണ ഈ ഇതുമായി ബന്ധപ്പെട്ട് പത്ര റിപ്പോർട്ടും ചാനലുകൾ നൽകിയ NCTV, മനോരമ പത്ര റിപ്പോർട്ടർ ഞാനും വളരെയധികം നന്ദിയുണ്ട്. ജനങ്ങൾക്ക് അധികം താമസിയാതെ തന്നെ തുറന്നു കൊടുക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. 1-2 ആഴ്ചക്കുള്ളിൽ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള അറിയാൻ കഴിഞ്ഞത്. നിലവിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഓഫീസിലേക്ക് വയോജനങ്ങൾക്കും അംഗപരിമിതർക്കും വിവിധ ആവശ്യങ്ങൾക്കുമായി ഇവിടെ എത്തുന്നവർക്കും കയറി ചെല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ നിരവധി തവണ പരാതി നൽകിയിരുന്നു. ഇതിന് പരിഹാരമായി പുതിയ കെട്ടിടത്തിൽ ഭിന്നശേഷി സൗഹൃദ റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അവസാന മിനുക്ക് പണികൾ പൂർത്തിയായി 15 ദിവസത്തിനകം പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുമെന്നാണ് പ്രതീക്ഷ. പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സ്മാർട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടിയിരുന്ന വരന്തരപ്പള്ളി ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിന് ശാപമോക്ഷമാകുന്നു. വരന്തരപ്പള്ളി KCB ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ ഒരു ഇടുങ്ങിയ മുറിയിലാണ് വില്ലേജ് ഓഫീസ് ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. കോടതി വിധി അനുകൂലമായി പുതിയ കെട്ടിടത്തിലേക്ക് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം മാറുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ സ്മാർട്ടാകുമെന്ന പ്രതീക്ഷയാണ് വരന്തരപ്പള്ളി നിവാസികൾ. ക്യാമറാമാൻ നന്ദൂരൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. 8500 കിലോമീറ്റർ, 20 സംസ്ഥാനങ്ങൾ, 53 ദിവസം, 25 വയസ്സുകാരി തന്റെ ഹിമാലയൻ ബൈക്കിൽ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി തിരിച്ചെത്തി. അളഗപ്പ നഗർ പൂക്കോട് സ്വദേശിനി പവനയാണ് ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി ഞായറാഴ്ച തിരിച്ചെത്തിയത്. ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ എന്റെ രാജ്യം സുരക്ഷിതമാണെന്നും താനാണ് തെളിവെന്നും യാത്രയ്ക്ക് ശേഷം പവന പറഞ്ഞു. പൂക്കോട് കീനൂർ വൈദ്യക്കാരൻ സുനിലിന്റെയും സുമയുടെയും മകളാണ് പവന. നന്നേ ചെറുപ്പത്തിലെ യാത്രകളോടുള്ള ഇഷ്ടം തന്നെയാണ് പവനയെ ഈ യാത്രയ്ക്ക് ഏറെ പ്രചോദനമായതും. ജൂലൈ 31 യാത്ര ആരംഭിച്ചത്. ഏറെ സാഹസികത നിറഞ്ഞ യാത്ര സെപ്റ്റംബർ 21 അവസാനിച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് പവന. ഇന്ത്യ മൊത്തം ചുറ്റിക്കാണണം എന്ന ആഗ്രഹം സ്കൂളിൽ പഠിക്കുമ്പോഴേ മനസ്സിൽ കയറിക്കൂടിയതെന്നും 15 വയസ്സിലെ തന്നെ തന്റെ ആഗ്രഹം ഇപ്പോൾ സഫലീകരിച്ചു എന്നും പവന പറയുന്നു. എന്നാൽ ഈ യാത്രയിലും ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ് എന്നിങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രകൃതിക്ഷോഭം മൂലം ഒഴിവാക്കേണ്ടി വന്നു. മറ്റൊരിക്കൽ ഈ സ്ഥലങ്ങളും ഉൾപ്പെടെ യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണെന്നും പവന ഏറെ സന്തോഷത്തോടെ പറയുന്നു. ഞാൻ എന്റെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ 31 ഇപ്പൊ ഞാൻ എന്റെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നേക്കാണ്. എനിക്ക് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 15 വയസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭൂപടം കാണില്ലേ, അപ്പൊ അങ്ങനെ കണ്ടിട്ട് ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എന്റെ മനസ്സിലൊരു ആഗ്രഹം. പക്ഷെ അത് ഇപ്പോഴാണ് 25 വയസ്സിൽ അത് സാധിക്കുന്നത്. അപ്പൊ അതിൽ വളരെയധികം സന്തോഷമുണ്ട്.
അതിലെനിക്കൊരു 3 സ്റ്റേറ്റ്സ് കയറാൻ പറ്റിയില്ല. ജമ്മു കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്. അവിടെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ ടിവിയിലും പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഭയങ്കര അപകട സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് അത് കാരണം അവിടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല, റോഡൊക്കെ ഒലിച്ചു പോയ കാരണം. പകരം ബാക്കി ഒരുവിധം ഇന്ത്യയിലെ ഒരുവിധം സ്റ്റേറ്റ്സ് 20 സ്റ്റേറ്റ്സ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. മേഘാലയ, നാഗാലാൻഡ് ആ ഏരിയ പോയിട്ടില്ല കേട്ടോ. ആ ഏരിയ പിന്നെ അത് സെപ്പറേറ്റ് ആയിട്ട് പോകണമെന്ന് എനിക്കൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് ഞാനത് ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്താഞ്ഞതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 20 സ്റ്റേറ്റ്സും കവർ ചെയ്ത് പോകുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് ഓരോ സ്റ്റേറ്റ്സിൽ കിട്ടിയത്. വളരെ നല്ല അനുഭവങ്ങളാണ് കേട്ടോ. കൂടുതലും അങ്ങനെ എന്താ പറയാ, ഗേൾസ് സേഫ് അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഈ ഒരു യാത്രയിൽ ഉണ്ടായിരുന്നിട്ടില്ല. കാരണം ഓൾമോസ്റ്റ് സ്റ്റേറ്റ്സ് ചെയ്ത് ആൾക്കാർ നമ്മളോട് ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആണ് ബിഹേവ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതൊക്കെ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആയിരുന്നു. അപ്പോൾ അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിപ്പോൾ നമ്മുടെ കേരളത്തിലായാലും ശ്രദ്ധിക്കണം എന്നാലും പറയാം. അല്ലെങ്കിൽ പിന്നെ അപകട സിറ്റുവേഷൻസ് ഉണ്ടാവും, അത്രേ ഉള്ളൂ. നമ്മൾ മാക്സിമം ശ്രദ്ധിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എവിടെയും ട്രാവൽ ചെയ്യാം എന്നുള്ളൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ. അപ്പോൾ പെൺകുട്ടികളൊക്കെ പഠിച്ചു നിൽക്കാതെ ഈ രംഗത്തേക്ക് വരണം കേട്ടോ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴാണ് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ കൂട്ടുകാരെയൊന്നും കൊണ്ടുകൊണ്ട് ഒറ്റയ്ക്ക് പോയി എന്നുള്ളത്. ഒരൊറ്റ കാരണം ഇതേ ഉള്ളൂ, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എണീക്കണം, അല്ലെങ്കിൽ എവിടേക്ക് പോകണം, അതൊക്കെ നമുക്ക് സ്വയം തീരുമാനിച്ചിട്ട് നമുക്ക് പോവാം. അപ്പൊ അതിന്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. അപ്പോ ഇനിയും അതിന്റെ യാത്രകൾ തുടരുന്നതായിരിക്കും. ഹിമാലയൻ ബൈക്കാണ് പവന തന്റെ യാത്രയ്ക്ക് കൂടെ കൂട്ടിയത്. യാത്രയിലുടനീളം യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ തിരിച്ചു നാട്ടിലെത്തിയതിന്റെ സന്തോഷത്തിൽ കൂടെയാണ് പവന. കരാട്ടെ ഇൻസ്ട്രക്ടർ കൂടിയായ പവന സ്കൂളുകളിൽ ഉൾപ്പെടെ നിരവധി കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നു. അസംഷൻ ഹൈസ്കൂൾ വരന്തരപ്പള്ളി 1983 SSLC ബാച്ചിന്റെ 3ാമത് സംഗമം ആമ്പല്ലൂരിൽ സിനി ആർട്ടിസ്റ്റ് ആഗ്ന റോസ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. സിനിമ സീരിയൽ താരം മനോജ് കുന്നംകുളം മുഖ്യാതിഥിയായി. CK ബിന്ദു അധ്യക്ഷത വഹിച്ചു. KG അനിൽ, PJ മോൺസി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് 1983 ബാച്ചിലെ അംഗവും ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ അഞ്ജു, ഡോക്ടർ അരുൺ എന്നിവർ CPR കൊടുക്കേണ്ട വിധം ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുത്തു. തുടർന്ന് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. അപ്പോൾ ഇവിടെ എന്നെ ക്ഷണിച്ചതിലും ഇവിടേക്ക് വരാൻ സാധിച്ചതിലും എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചതിലൊക്കെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, നിങ്ങൾ ഇങ്ങനെ ഇത്ര കാലമായിട്ടും നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചു പോയ ആൾക്കാരാണ്, എന്നിട്ടും നിങ്ങൾ ഇത്ര യൂണിറ്റി. ഈ ആഴ്ച എന്നോട് പറഞ്ഞപ്പോൾ ഈ ആഴ്ച എനിക്ക് നിവിൻ പോളിയുടെ പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു ഒരാഴ്ചത്തേക്ക്. ഈ 18-ാം തീയതി മുതൽ ഒരാഴ്ചത്തേക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചോട് പറഞ്ഞിരുന്നു എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ വർക്ക് പോസ്റ്റ്പോൺ ചെയ്യാനുണ്ടായിരുന്നു. ഒക്ടോബർ 1st വീക്കിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വരാം അങ്ങനെ. അപ്പോൾ ബേബി ചേച്ചി എല്ലാ പ്ലേറ്റും എനിക്ക് തരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നതാണ്, പക്ഷെ അപ്പോൾ എനിക്ക് അത് ഷൂട്ട് കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ നിങ്ങളുടെ ഈ കൂട്ടായ്മ വളരെ നല്ലൊരു അഭിപ്രായത്തിനൊക്കെ എല്ലാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. വില്ലടം കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി യൂണിയൻ അസ്രയെ രൂപീകരിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ EK അജയ് ഉദ്ഘാടനം ചെയ്തു. സ്ഥാപക ഡയറക്ടർ G കൃഷ്ണമോഹൻ അധ്യക്ഷത വഹിച്ചു. മിനി മാർട്ട് ഉടമ സബിത ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി. അസ്രെ പ്രസിഡന്റ് ബിജു കാളിയങ്കര, സെക്രട്ടറി MM മധു, ML രാജീവ്, PM രാജേന്ദ്ര പ്രസാദ്, PJ ജനീഷ്, PV സരിത, KP പ്രവീത എന്നിവർ പ്രസംഗിച്ചു. 18 മുതൽ 45 വയസ്സ് പ്രായമുള്ളവർക്കായി ഫാഷൻ ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, CCTV ക്യാമറ ടെക്നീഷ്യൻ, മെക്കാനിക്, ബ്യൂട്ടീഷ്യൻ, പേപ്പർ ബാഗുകൾ തുടങ്ങി നിരവധി ചെറുതും വലുതുമായി കോഴ്സുകളും സ്വന്തമായി സംരംഭം തുടങ്ങുവാൻ സാധിക്കുന്ന തരത്തിൽ നിരവധി പരിശീലനങ്ങളും കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നൽകി വരുന്നുണ്ട്. സാധാരണക്കാർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ പരിശീലന പരിപാടി പൂർത്തീകരിക്കുന്നവർക്ക് സ്വന്തം നിലയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ തൊഴിൽ കണ്ടെത്തുന്നതിനോ ആവശ്യമായ കൈത്താങ്ങും സഹായങ്ങളും ഇവിടെ ലഭ്യമാണ്. ദീർഘകാലം നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായിരുന്ന KR വിജയരാഘവന്റെ 6ാമത് ചരമവാർഷിക ദിനം ആചരിച്ചു. ബാങ്ക് അങ്കണത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് S ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റുമാരായ MO ജോൺ, PP ഡേവിസ്, ഭരണസമിതി അംഗങ്ങളായ KK സുരേന്ദ്രൻ, അമ്പിളി സജീവൻ, P നന്ദകുമാർ, KS രഘു, ശ്രീഹരി കർത്ത, KS ജോൺസൺ, ജീന വിജയരാഘവൻ, നന്ദിനി രമേശൻ, KN രാജൻ എന്നിവർ പ്രസംഗിച്ചു.
ബാങ്ക് പരിധിയിലെ ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വിജയരാഘവൻ സ്മരണയ്ക്ക് എൻഡോമെന്റ് ഏർപ്പെടുത്തുന്നതിന് കുടുംബം നൽകിയ 1 ലക്ഷം രൂപ ചടങ്ങിൽ ഏറ്റുവാങ്ങി. SNDP യോഗം കല്ലൂർ ശാഖയിൽ ശ്രീനാരായണ ഗുരുദേവ സമാധി ദിനാചരണം നടത്തി. വിശേഷാൽ പൂജയും സമൂഹ പ്രാർത്ഥനയും നടത്തി. വൈസ് പ്രസിഡന്റ് KM ചന്ദ്രൻ, സെക്രട്ടറി MR മനോജ് കുമാർ, MV തിലകൻ, NV നന്ദനൻ, MK ശിവരാമൻ, KK സുരേഷ്, MK ശ്രീധരൻ, ഭാരതി മോഹൻ, വനജ മോഹൻ എന്നിവർ പ്രസംഗിച്ചു. വേലുപ്പാടം മഠം സെന്ററിൽ നിന്നും കുട്ടഞ്ചിറ പോകുന്ന വഴിയിൽ പെരുവാൻകുഴിയിൽ സൂപ്പി എന്ന വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിൽ സമ്മതം കൂടാതെ KSCB വൈദ്യുത പോസ്റ്റുകൾ സ്ഥാപിച്ചതിനെതിരെ ജനകീയ സംരക്ഷണ സമിതി വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റി പ്രതിഷേധിച്ചു. കുന്നിൻ മുകളിലുള്ള ഇറിഗേഷൻ വാട്ടർ ടാങ്കിലേക്ക് വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിനായി സൂപ്പിയുടെ 60 സെന്റ് റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്ന 1 കോൽ മാത്രം വീതിയുള്ള വഴിയിൽ KSCB അനധികൃതമായി 2 പോസ്റ്റുകൾ നാട്ടുകയും 4 പോസ്റ്റിനുള്ള കുഴികൾ എടുക്കുകയും ചെയ്തിരിക്കുകയാണ്. സൂപ്പിയോട് സമ്മതം പോലും ചോദിക്കാതെയായിരുന്നു KSCBയുടെ നടപടി. ഈ വിഷയം ജനകീയ സംരക്ഷണ സമിതി ഏറ്റെടുക്കുകയും സ്ഥലത്ത് ധർണ നടത്തുകയും ചെയ്തു. പ്രസിഡന്റ് ശിവദാസൻ തുയത്ത്, സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ജോയിന്റ് സെക്രട്ടറി PU ഷിഹാബ്, വൈസ് പ്രസിഡന്റ് KY മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. എത്രയും വേഗം വൈദ്യുത പോസ്റ്റുകൾ നീക്കം ചെയ്യണമെന്ന് സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജനകീയ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും അതുപോലെ സംസാരിച്ച പോലെ ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരനായ ശ്രീ സൂപ്പിയുടെ പറമ്പിലേക്ക് പോകാൻ 1 കോല് വഴിയാണുള്ളത്. ഈ 1 കോല് വഴിയിലാണ് KSCB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഈ പരിപാടിയോടെ കാണുന്നത്. യാതൊരു നമുക്കറിയാം, സാധാരണ KSCB ഏത് കറണ്ട് കണക്ഷൻ, ഏത് ലൈൻ കണക്ഷൻ എടുത്താലും അത് സമ്മതപത്രം കിട്ടിയതിന് ശേഷം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ചരിത്രപരമായിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. ഒരു വയറ്, ഒരു ചെറിയൊരു തുമ്പ് പോലെ അപ്പുറത്തെ പറമ്പിൽ കടക്കാനോ ആ കടക്കണം എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരൻ്റെ കൺസെന്റ് ഇല്ലാണ്ട് KSCB ഒന്നും ചെയ്യാറില്ല. നബിയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് വരന്തരപ്പള്ളി മറ്റത്തൂർ സർക്കിളുകൾ സംയുക്തമായി നടത്തിവരുന്ന മേഖല നബിദിന റാലിയും പൊതുസമ്മേളനങ്ങളും സമാപിച്ചു. പാലപ്പള്ളി റേഞ്ചിന് കീഴിലുള്ള വിവിധ പള്ളികളുടെയും മദ്രസകളുടെയും പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ച് സ്കൗട്ടുകളുടെയും ദഫുകളുടെയും അകമ്പടിയോടുകൂടി നടന്ന റാലി കള്ളായിമൂലയിൽ നിന്നും ആരംഭിച്ച് പൗണ്ട് സമ്മേളന നഗരിയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം SYS സോൺ പ്രസിഡന്റ് അഷ്റഫ് സയീദി ഉദ്ഘാടനം ചെയ്തു. പാലപ്പള്ളി മൊഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം സഖാഫി താത്തൂർ മദ്ഹു റസൂൽ പ്രഭാഷണം നടത്തി. പാലപ്പള്ളി റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ജാസിർ തങ്ങൾ, നജീബ് സഖാഫി എച്ചിപ്പാറ, ഷൗക്കത്ത് സഖാഫി കാരികുളം, ഷഫീഖ് പാലപ്പള്ളി, ഹംസ ഹാജി കല്ലാക്കത്തൊടി എന്നിവർ പ്രസംഗിച്ചു. കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം ഏകദിന ക്യാമ്പ് തൊട്ടിപ്പാൾ KSUP സ്കൂളിൽ സെപ്റ്റംബർ 28 രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 വരെ നടത്തും. രാവിലെ 10 നടക്കുന്ന സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസ് പടിഞ്ഞാറേത്തല, ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ, UDF കൺവീനർ സോമൻ മുത്തർത്തിക്കര എന്നിവർ പങ്കെടുക്കും. ഡോക്ടർ അരുൺ കരിപ്പാൽ, അഡ്വക്കേറ്റ് മായാദാസ് എന്നിവർ ക്ലാസ് നയിക്കും. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. 2025-27 DLED കോഴ്സിന്റെ സർക്കാർ എയ്ഡഡ് സ്വാശ്രയ TTIകളിലേക്കുള്ള 1ാം ഘട്ട പ്രവേശനത്തിനായി അഭിമുഖം സെപ്റ്റംബർ 22, 23, 24 തീയതികളിൽ നടത്തും. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 9:30 മുതൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിലേക്കുള്ള പ്രവേശന അഭിമുഖം നടത്തും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048723600810. ESI കോർപ്പറേഷനും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനും സംയുക്തമായി നടത്തുന്ന ബോധവൽക്കരണ പരാതി പരിഹാര യോഗം നിധി ആപ്കെ നികട് 2.0 തൃശൂർ ESI കോർപ്പറേഷൻ റീജിയണൽ ഓഫീസിൽ വെച്ച് സെപ്റ്റംബർ 29 രാവിലെ 10 മണിക്ക് നടത്തും. തൊഴിലുടമകൾക്കും തൊഴിലാളികൾക്കും ആനുകൂല്യം സംബന്ധമായ സംശയങ്ങൾ ദൂരീകരിക്കാനും പരാതി പരിഹാരത്തിനും അന്നേ ദിവസം പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 10,250 രൂപ, പവന് 82,240 രൂപ.
പുലക്കാട്ടുകര സ്വദേശി ചേക്കപ്പറമ്പിൽ ജോസിന്റെ മകൻ ജസ്റ്റിൻ ഒമാനിൽ അന്തരിച്ചു. 27 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 4-ന് പുലക്കാട്ടുകര പരിശുദ്ധ കർമ്മല മാതാവിൻ പള്ളിയിൽ. റേഡിയോ ടെലിവിഷൻ അവതാരകയും ന്യൂസ് റീഡറുമായ സിജി ജോസ് മാതാവാണ്. വെണ്ടൂർ തേറാട്ടിൽ കളപ്പുര പരേതനായ തോമസിന്റെ ഭാര്യ അന്നമ്മ തോമസ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 9-ന് വെണ്ടൂർ സെന്റ് മേരീസ് പള്ളിയിൽ. ടി ആന്റണി, ടി വർഗീസ് എന്നിവർ മക്കളും മിനി, വിൻസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാലം ചെയ്ത തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ മൃതസംസ്കാര ശുശ്രൂഷ കർമ്മങ്ങൾ ആരംഭിച്ചു. വിലാപയാത്രയിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് ആളുകൾ. മണ്ണുത്തിയിടപ്പള്ളി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന വരന്തരപ്പള്ളി വില്ലേജ് ഓഫീസിന് ശാപമോക്ഷമാകുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ഇനി സ്മാർട്ടാകും. ഇരുപത്തിയഞ്ച് വയസ്സുകാരി തന്റെ ഹിമാലയൻ ബൈക്കിൽ ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി തിരിച്ചെത്തി. അളഗപ്പ നഗർ പൂക്കോട് സ്വദേശിനി പവനയാണ് ഒറ്റയ്ക്ക് രാജ്യം ചുറ്റി ഞായറാഴ്ച തിരിച്ചെത്തിയത്. AHS വരന്തരപ്പള്ളി 1983 SSLC ബാച്ചിന്റെ 3ാമത് സംഗമം ആമ്പല്ലൂരിൽ സിനി ആർട്ടിസ്റ്റ് ആഗ്ന റോസ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.